ഇന്ത്യയുടെ പല സൈനിക ഓപ്പറേഷനുകൾക്കും സാക്ഷ്യം വഹിച്ച അതിൽ പങ്കെടുത്ത ഒരു വിമാനമാണ് MiG-21. അതിപ്പോൾ ഇനി അത് ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവല്ലോ. എന്താണ് കാരണം? കാലഹരണപ്പെട്ടു. ആ ടെക്നോളജി, ആ സാങ്കേതിക വിദ്യ, ആ തലമുറയിൽപ്പെട്ട MiG-21 എന്ന് പറയുന്ന ആ തലമുറയിൽപ്പെട്ട വിമാനങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇന്ന് ആ സ്ഥാനത്തേക്ക് 5ാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനങ്ങളാണ് കടന്നു വരുന്നത്. അതിന്ന് പല രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്കയ്ക്കുണ്ട്, അതുപോലെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് അത് ബ്രിട്ടൻ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ റഷ്യയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് ഉറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. കാരണം ഒരു വിമാനം പെയിൻ്റൊക്കെ അടിച്ച് പ്രദർശിപ്പിച്ചാൽ അത് 5ാം തലമുറ വിമാനമാകില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ കൈവശം അതുണ്ട്, റഷ്യയുടെ കൈവശം അതുണ്ട്. അമേരിക്കയിൽ നിന്നും മറ്റു ചില രാജ്യങ്ങൾ അത് വാങ്ങിയിട്ടുണ്ട്, ഈ 5ാം തലമുറ വിമാനം. ഈ MiG-21 എന്നൊക്കെ പറയുന്നത് ഒരു പഴയ ഈ ലൈറ്റ് കോമ്പാറ്റ് എന്നൊക്കെ പറഞ്ഞ, ഞാനതിൻ്റെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞ് കൂടുതൽ കുഴപ്പിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന് ഈ വിമാനങ്ങളുടെ എൻജിനുകൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് അതിനകത്ത് പല മാറ്റങ്ങളും വരുത്തി പുതിയ പുതിയ സാങ്കേതിക വിദ്യ ആർജിച്ച്, അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യ കൂട്ടിച്ചേർത്ത് അതിനനുസരിച്ച് പുതിയ എൻജിനുകൾ നിർമ്മിക്കും. അപ്പോൾ ഈ പഴയ എൻജിൻ കാലഹരണപ്പെടും. നമുക്കറിയാം, പണ്ട് ഈ നമ്മുടെ ഓരോ വാഹനങ്ങളും, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് കാറുകൾ തന്നെ എടുത്താൽ, മെഴ്സിഡസ് ബെൻസ് എടുത്താൽ അതിൽ C ക്ലാസ് ഉണ്ട്, D ക്ലാസ് ഉണ്ട്, അങ്ങനെ പല ക്ലാസ്സുകളുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ എൻജിൻ തുടങ്ങി പൂർണ്ണമായും അതിൻ്റെ ചെയ്സ് അടക്കം, അതിൻ്റെ ബോഡി അടക്കം, അതിലുപയോഗിക്കുന്ന പെയിൻ്റ് അടക്കം ഏറ്റവും ആധുനികമായ കാലത്തേക്ക് വരുമ്പോൾ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ അനുസരിച്ച് നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ പഴയത് സ്വാഭാവികമായിട്ടും പിന്തള്ളപ്പെടും. അത് ഈ കാലത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടും. ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. MiG-21 എന്ന് പറയുന്ന വിമാനം കാലഹരണപ്പെട്ടിരിക്കുന്നു. ആ സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടു, ആ വിമാനം തന്നെയും കാലഹരണപ്പെട്ടു. ഇന്നത് യുദ്ധത്തിന് ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചടിയായിരിക്കും ഫലം. ഒരു പക്ഷേ അത് പറപ്പിച്ചു പോകുന്ന വൈമാനികൻ്റെ ജീവൻ പോലും അപകടത്തിലാവും. കാരണം അത്രയ്ക്ക് സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. ഈ വിമാനത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ എതിരാളികൾക്ക്, ശത്രു രാഷ്ട്രങ്ങൾക്കൊക്കെ ഉണ്ടാകും. അത് മുൻനിർത്തി ഈ വിമാനവുമായിട്ട് നമ്മൾ ഒരു പ്രത്യാക്രമണത്തിന് പോയാൽ, അല്ലെങ്കിൽ പ്രതിരോധത്തിന് പോയാൽ അവിടെ പരാജയം സംഭവിക്കും. അതുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ മാറി ഈ പുതിയ റാഫേൽ പോലെയുള്ള വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറായത്. ഇപ്പോൾ ഇതാ സ്റ്റെൽത്ത് വിമാനങ്ങൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ ഫ്രാൻസിലെ സഫ്രയാൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് യോജിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള നടപടി തുടക്കം കുറിച്ചിരിക്കുന്നു. നടപടി ആയിക്കഴിഞ്ഞു, അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിമാനം, നമ്മുടെ ഈ സൈന്യത്തിൽ, വ്യോമസേനയിൽ ഉണ്ടായിരുന്ന ഒരു വിമാനം കാലഹരണപ്പെട്ട് ഇനി അത് ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ, ഇനി ഒഴിവാക്കുമ്പോൾ പ്രതിപക്ഷം പറയുമോ അത് കേന്ദ്ര സർക്കാരിൻ്റെ പരാജയമാണ്? അതൊക്കെ പറയും. അവർക്ക് 6-7 വയസ്സുള്ള കുട്ടികൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ മഹാനാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് അതൊക്കെ അവർ പറയാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വിമാനം നമ്മളിങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ അതിനൊരു വിടവാങ്ങൽ, ഈ കഴിഞ്ഞ 2014 മുതൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് പുതിയ ആയുധങ്ങൾ സൈനികരുടെ ഭാഗമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിയത്. പക്ഷെ ഇപ്പോഴും പരാതിയാണ്, സൈനികർക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല, അവർക്ക് സ്വാതന്ത്ര്യമില്ല, മോദി അവരെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യമില്ല. ഈ 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കിയത് ആരാ? ഈ സൈനികർക്ക് അവരുടെ ഇത്രയും കാലത്ത് സ്വാതന്ത്ര്യം കിട്ടി, ഇത്രയും കാലത്തിനിടയ്ക്ക് സൈനികർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയത് എപ്പോഴാണ്? ആ ചോദ്യമൊക്കെ ഉണ്ട്. അതൊക്കെ കാലാകാലങ്ങളിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തൊക്കെ അവർ നവീകരണം കൊണ്ടുവന്നിട്ടുണ്ട് സേനയിൽ. അവർ ഈ ശമ്പളം കൂടുതൽ നൽകിയിട്ടുണ്ട്, ആനുകൂല്യങ്ങൾ കൂട്ടി നൽകിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ സർക്കാരുകൾ തുടർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സർക്കാർ വന്നാലും, ഇനി നാളെ മറ്റൊരു സർക്കാർ വന്നാലും, ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ കൊടുത്തതിനേക്കാൾ കൂടുതലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ലല്ലോ സൈന്യത്തിൻ്റെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും. പ്രതിപക്ഷത്തിൻ്റെ അത്തരം ഉമ്മാക്കികളൊന്നും ഏക്കില്ല ഇവിടെ. പക്ഷേ നമ്മുടെ ഈ വ്യോമസേനയിലോ അല്ലെങ്കിൽ കരസേനയിലോ നാവികസേനയിലോ ആകട്ടെ, പൊതുവെ
നമ്മൾ സൈനികർ വിടവാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർ വിടവാങ്ങുമ്പോൾ അവർക്ക് ഈ വിടവാങ്ങൽ പരേഡ്, വിടവാങ്ങൽ സല്യൂട്ട് കൊടുക്കും അല്ലേ? നമുക്കറിയാം അവരെ സേനയിൽ നിന്ന് ഉചിതമായ ഒരു ആദരവ് അവർക്ക് നൽകി അവരുടെ നേട്ടങ്ങൾ, അവർ സർവീസ് കാലത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒരു സെറിമോണിയൽ പരേഡ്, വളരെ ആഘോഷപൂർവ്വം ഒരു പരേഡൊക്കെ നടത്തിയാണ് അവരെ യാത്രയാക്കുന്നത്, അവരെ വിരമിക്കൽ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ MiG-21 വിമാനങ്ങൾ അത് നമ്മുടെ സേനയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റുകയാണ്. അതുകൊണ്ട് അതിനൊരു വിടവാങ്ങൽ ആദരവ് കൊടുത്തു. അത് അവസാനമായിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥൻ, വ്യോമസേനയുടെ തലവൻ അടക്കമുള്ളവർ അത് പറപ്പിച്ച് അതിന് ഉചിതമായ ഒരു ആദരവ്. കാരണം നമ്മുടെ സേനയുടെ ഭാഗമായി നിന്ന് നോക്കൂ, ഒരു യന്ത്രമാണെങ്കിൽ കൂടി ആ യന്ത്രം, ഒരു മനുഷ്യനാണ് ആ യന്ത്രത്തെ ചലിപ്പിക്കുന്നത്. പക്ഷെ ആ യന്ത്രം ആ മനുഷ്യൻ്റെ ജീവൻ്റെ ഭാഗമായിട്ട് പോലും നിന്ന് അത് നമ്മുടെ സൈന്യത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തവരാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരു യന്ത്രമാണ് എന്ന് ആ ആദരവ് അതിന് കൊടുത്തുകൊണ്ട് അതിനെ ഒരു വിടവാങ്ങൽ, ഒരു എന്താ പറയുക, ആദരവ് അർപ്പിച്ചുകൊണ്ട് ഒരു സെറിമോണിയൽ, വളരെ അങ്ങേയറ്റം ആദരവോടുകൂടി അതിനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഭംഗിയായിട്ട് അതിൻ്റെ അവസാനത്തെ പറപ്പിക്കൽ നടത്തി അതിനെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ആ സ്ഥാനത്തേക്ക് പുതിയ വിമാനങ്ങൾ കടന്നു വരും, അതിൻ്റെ പുതിയ സ്ക്വാഡ്രണുകൾ രൂപീകരിക്കും. നമുക്കിപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് 500ഓളം പോർ വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. കൃത്യമായ സംഖ്യ അതല്ല, അതിനേക്കാൾ കൂടുതൽ വരും. എങ്കിലും ഈ പറയുന്നത് പോലെ MiG-21 നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, മിറാഷ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് MiG-21 എന്ന് പറയുന്ന ആ തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ പരിപൂർണമായിട്ടും നമ്മൾ സേനയിൽ നിന്ന് ഒഴിവാക്കി പുതിയതിലേക്ക് പോയിരിക്കുകയാണ്. തദ്ദേശീയമായിട്ടും നിർമ്മാണം നടക്കും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി ഈ MiG-21 മാത്രമല്ല, ഇങ്ങനെ മാറ്റുന്നത് നമ്മൾ ഇതിനെ വെറുതെ അങ്ങ് ഈ ആക്രി വിലയ്ക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇത് പല സ്ഥലത്തും പ്രദർശിപ്പിക്കും. ഈ പഴയ സൈനിക സ്കൂളുകളിൽ ഇപ്പം നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത ടാങ്ക്, പാറ്റേൺ ടാങ്ക് ഉണ്ട്. ആ ടാങ്ക് നമ്മൾ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്, പിടിച്ചെടുത്ത ടാങ്കുകൾ. അത് നമ്മുടെ ഒരു വിജയത്തിൻ്റെ എന്താ പറയുക, വിജയാഹ്ലാദം അല്ലെങ്കിൽ നമ്മുടെ വിജയത്തെ അടയാളപ്പെടുത്തുന്ന, നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നൽകുന്ന ഒന്നാണത്. അതുകൊണ്ട് അത് പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ സൈനിക സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ സൈനിക ആസ്ഥാനങ്ങൾ കാണും. ഇപ്പോൾ സദേൺ എയർ കമാൻഡ്, ദക്ഷിണ ഭാഗത്ത് വരുന്ന നമ്മുടെ എയർ കമാൻഡ്, അതുപോലെ നമ്മുടെ നേവിയുടെ ഒരു ആസ്ഥാനം ദക്ഷിണ ഭാരതത്തിലോ. പണ്ട് കുറച്ചു നാൾ മുൻപ് ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സൗജന്യമായി ബ്രഹ്മോസ് പാകിസ്ഥാന് നൽകും. ഇത് നൽകുമോ എന്തോ? അല്ല, ഇപ്പോൾ ഇതെന്തായാലും പാകിസ്ഥാന് സൗജന്യമായിട്ട് നൽകാൻ ഈ പറഞ്ഞ കണക്ക് നമ്മൾ പറപ്പിച്ചു കൊണ്ടുപോയി അവിടെ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല. ബ്രഹ്മോസ് നൽകിയല്ലോ. അല്ല, ബ്രഹ്മോസ് നൽകിയത് നമ്മൾ സൗജന്യമായിട്ട് നൽകിയെങ്കിലും അത് വളരെ രസകരമാണ്. കാരണം ഈ ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തത് നമുക്കറിയാം. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ചാക്കയിലെ പഴയ കെൽടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് മാറിയിട്ടാണ് അത് ബ്രഹ്മോസ് സ്പേസ് റിസർച്ച്, ഈ പറയുന്ന മിസൈൽ റിസർച്ച് ഒരു ഗവേഷണ സ്ഥാപനമായിട്ട് മാറ്റി അവിടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പിന്നീട് ഇത് നമ്മൾ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഇത് നിർമ്മിക്കുന്നത്, മിസൈൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്ന ആളുണ്ട്, എൻ്റെ MD-യും CEO-യും പ്രോജക്റ്റ് ഡയറക്ടറും ഒക്കെ ആയിട്ടിരുന്ന ഡോക്ടർ ശിവദാണു പിള്ള എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു, ഈ ബ്രഹ്മോസ് ഇങ്ങനെ നമ്മൾ ഇത്രയും വിലപിടിച്ച സാധനങ്ങളൊക്കെ മിസൈലുകൾ ഉണ്ടാക്കുന്നു, ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് നേട്ടം, നമുക്ക് ഇത്രയും പണച്ചെലവല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, അത് നമുക്ക് വിൽക്കാൻ സാധിക്കും, മറ്റു രാജ്യങ്ങൾ പലരും നമ്മളുടെ ഇത് വാങ്ങും എന്ന്. അപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചോദിച്ചു, അല്ല, ഈ റഷ്യയും അമേരിക്കയൊക്കെ വാങ്ങുമോ? പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്, മറ്റു പല രാജ്യങ്ങളും വാങ്ങും. അപ്പോൾ ഇദ്ദേഹം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിനൊരു തമാശ തോന്നിയിട്ട് അദ്ദേഹം ചോദിച്ചു, അല്ല, അപ്പോൾ പാകിസ്ഥാനും നമ്മുടെ ഇത് വാങ്ങുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, പാകിസ്ഥാൻ ഇത് വാങ്ങണ്ട, നമ്മളിത് സൗജന്യമായിട്ട് പാകിസ്ഥാന് കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത് ചിരിച്ചെങ്കിലും അത് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മളത് കണ്ടു. സൗജന്യമായിട്ട് ബ്രഹ്മോസ് നമ്മൾ പാകിസ്ഥാന് കൊടുത്തു. ഫലം 12 വ്യോമതാവളങ്ങളാണ് തകർന്നു പോയത് ബ്രഹ്മോസിൻ്റെ അറ്റാക്ക് കൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മോസ് വിക്ഷേപിച്ചതുകൊണ്ട്, തൊടുത്തതുകൊണ്ട്. കൃത്യമായിട്ടും 12 വ്യോമതാവളങ്ങൾ സമ്പൂർണ്ണമായിട്ടും തകർന്നു.
പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രം, രഹസ്യമായിട്ട് വെച്ചിരുന്ന ആണവ കേന്ദ്രം, കിരാന കുന്നുകൾക്ക് സമീപമുള്ള ആണവ കേന്ദ്രത്തിൽ വരെ ബ്രഹ്മോസ് എത്തി എന്നുള്ളതാണ് നേട്ടം. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ MiG-21 ഇപ്പോൾ നമ്മുടെ സേനയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. വീരോചിതമായ ഒരു യാത്രയപ്പാണ് അതിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സേനയ്ക്ക് എന്നും മുതൽക്കൂട്ടായിരുന്ന ആ പോർ വിമാനം ഇനി നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരു മികച്ച പ്രദർശന വസ്തുവായിട്ട് അത് തുടരും.